ചിരിക്കും വാസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനുണ്ണും കിളി പോയി നോവറിയും പകൽ നീറും നീലാവിതളായി മകളെ. ഈ ലോകം ഒരുപാട് മാറിയ ജയ. അതൊന്നും അറിയാത്ത ഒരു നന്മ നിറഞ്ഞവനായിട്ടാ ഇപ്പോഴും നിന്റെ ജീവിതം. വന്നു കയറുന്ന എന്തിനും നമ്മളൊരു അപകടം പ്രതീക്ഷിക്കണം. കണ്ടാൽ മനോഹരമായ പന്താണെന്ന് തോന്നും, കയ്യിലെടുക്കുമ്പോഴേ അത് ബോംബാണെന്നറിയൂ. ഇളയിടം തിരുമേനിയുടെ മൊക്ക് അങ്ങനൊന്നും ആവാൻ കഴിയില്ല. ഒരാളെ മാറ്റിമറിക്കുന്നത് ജീവിത സാഹചര്യങ്ങളാ. ഇളയിടം തിരുമേനിയുടെ മകളെന്നതിനപ്പുറം നിനക്കും അവളെപ്പറ്റി കാര്യമായൊന്നും അറിയില്ലല്ലോ. ജയിൽ ജീവിതം അവളെ എങ്ങനെയൊക്കെ ആക്കി തീർത്തെന്ന് നമുക്കും അറിയില്ല. ശരിയല്ലേ? മാത്രമല്ല, നിന്നോട് അവൾക്ക് അമിതമായ ഒരു അടുപ്പമുണ്ടോന്ന് ഞാൻ സംശയിക്കുന്നു. നിന്റെ ഭാഗത്തു നിന്നല്ല, ഒരു നല്ല ചെറുപ്പക്കാരനെ അടുത്ത് കിട്ടുമ്പോ ഏതൊരു പെൺകുട്ടിക്കും തോന്നാവുന്ന ഒരടുപ്പം ഒക്കെ എന്റെ സംശയമാണ് കേട്ടോ. പക്ഷേ പെൺകുട്ടിയുടെ കാര്യത്തിൽ എന്റെ സംശയം വെറുതെ ആവാറില്ല. മാളവികയുടെ കാര്യത്തിൽ നിനക്ക് തെറ്റി. ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട പെണ്ണാവള്. നിസ്സംഗമായ മനസ്സോടെ തന്റെ ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കാൻ തയ്യാറായ സാഹചര്യത്തിൽ നിന്നാ ഞാൻ അവളെ തിരികെ കൊണ്ടുവന്നത്. നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോ ലോകത്തിന് മുമ്പിൽ അത് തെളിയിക്കാനായിട്ടെങ്കിലും ജീവിക്കണമെന്ന് പ്രേരിപ്പിച്ചത് ഞാനാ. നിരപരാധിയാണെന്ന് അവള് പറഞ്ഞപ്പോ നീ അതങ്ങ് വിശ്വസിച്ചു അല്ലേ? നിനക്കെന്താ അവള് കുറ്റവാളിയാണെന്ന് വിശ്വസിക്കാൻ ഇത്ര താല്പര്യം? നീ എന്നെ സംശയിക്കണോ? അങ്ങനല്ല. പിന്നെ അവൾ ആരായ എനിക്കെന്താടാ? നിന്റെ ജീവിത എനിക്ക് പ്രശ്നം. ഓർക്കാപ്പുറത്തൊരു ചതിക്കുഴി വീഴാതിരിക്കാനാ ഞാൻ ഇതൊക്കെ. ഒരു നല്ല സുഹൃത്തിന്റെ കടമയല്ലടാ അത്. അല്ലെങ്കിൽ പറയ്, ഞാൻ ഒന്നിലും ഇടപെടില്ല. ഹേയ്, നീ എന്താടാ ഇങ്ങനെ? എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു മാറ്റമില്ല. മതി, എനിക്കത് മതി. ഞാൻ പറഞ്ഞില്ലേ, എന്റെ അനിയൻ ഹോസ്പിറ്റലായി പോയതുകൊണ്ടാ. ഓഹോ, ഈ തൊഴിലിന് ഇറങ്ങുന്നവർക്കും ബന്ധങ്ങളുണ്ടോ? അങ്ങനെ പറയില്ല സാറേ. നിങ്ങൾ പണക്കാരുടെ ബന്ധങ്ങളുടെ മഹത്വമൊന്നും എന്നെ പറഞ്ഞ് കേൾപ്പിക്കണ്ട. സ്വന്തം തന്തയെ കൊല്ലാൻ വരെ ഞങ്ങൾക്ക് കാശ് തരുന്ന മക്കളുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. ഉണ്ടാവാ, അതിനെനിക്കെന്താ? ഒരുത്തിയെ തേടി പിടിക്കാൻ നിങ്ങൾക്ക് കാശ് തന്നു പോയതുകൊണ്ട് ഞാനും അത്രക്കാരനാണെന്ന് പറഞ്ഞില്ലല്ലോ. അത് തന്നെ മഹാഭാഗ്യം. വാക്കോട് വാക്ക് പറഞ്ഞ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നല്ല ഞാൻ. ഞങ്ങൾക്കും അച്ഛനന്മാരും ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. വേണ്ട, ഇതൊന്നും പറഞ്ഞ് നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഏൽപ്പിച്ച കാര്യം നടക്കൂ, അത് പറ. നടക്കണം. അതിനുവേണ്ടി മാത്രമാ ദുബായിലെ ബിസിനസ് എല്ലാം വിട്ടെറിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം അവളെ തൂക്കിയെടുത്ത് അച്ഛന്റെ മുമ്പിൽ കൊണ്ട് ഇട്ടുകൊടുക്കാമെന്ന് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു. നിങ്ങൾ ഒരുത്തം കാരണം അത് നടക്കാതെ പോയത്. ഒലത്തി ദേ, എന്നെ കൊണ്ട് കടുങ്കൈയൊന്നും ചെയ്യിക്കരുത്. സ്വന്തം ചോരയ്ക്ക് വേണ്ടി പ്രതികാരം ചെയ്യാനാവാത്ത നീ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് അച്ഛൻ ചോദിച്ചപ്പോ ചത്താ മതിയെന്നാ എനിക്ക് തോന്നിയത്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ദിവസം ഒരു ചെറിയ കൈപ്പിഴ എന്ന് വെച്ചാൽ അവളീ ലോകത്തിന് അപ്രത്യക്ഷമായി പോകത്തൊന്നുമില്ലല്ലോ. എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവളെ. വേണ്ട, അങ്ങനെ ലോക അവസാനം വരെ കാത്തിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നേരത്തെ അവളെ എനിക്ക് വേണം. എനിക്കിതാ ചൊറിഞ്ഞോണ്ട് വരുന്നത്.
1 വർഷം കഴിഞ്ഞാണ് അവൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിലോ? സാറ് പോയി ജയിലിൽ കുത്തി തുറന്ന് അവളെ കൊണ്ടുവരുന്നു? ഇല്ലല്ലോ. അപ്പൊ സമാധാനപ്പെടേണ്ട സാറേ. വറചട്ടിയിൽ എണ്ണ കിടന്ന് തിളയ്ക്കുന്ന പോലെ സാറിന്റെ മനസ്സിൽ അവളോടുള്ള ദേഷ്യം ഇങ്ങനെ കുളു കുളൂന്ന് തിളയ്ക്കണം. കിട്ടുമ്പോ നല്ല അസലായിട്ട് പൊരിച്ചെടുക്കാം. സാറിന്റെ അനിയന്റെ ഓരോ നിലവിളിക്കും കണക്ക് പറഞ്ഞ് അവളെ വേണം. അവളുടെ അലറിക്കരച്ചിൽ കേട്ട് എന്റെ കിരണിന്റെ ആത്മാവ് സന്തോഷിക്കുന്നു. മോനെ, മോനെ, അമ്മേ, അമ്മേ, മോളെ, അമ്മേ, നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഈശ്വരന് അത്രയെങ്കിലും കരുണ കാണിച്ചു. ഓരോ നിമിഷവും നെഞ്ചു പിടയായിരുന്നമ്മേ. അമ്മയ്ക്കറിയാം എന്റെ കുഞ്ഞനുഭവിച്ച വേദന. എവിടെയായാലും അമ്മ വന്ന് കണ്ടേനെ. പക്ഷേ വിധി തളർത്തിയിട്ട് കളഞ്ഞില്ലേ. മഹാപാപി അമ്മേ ഞാൻ. നിങ്ങൾക്ക് തീരാ കണ്ണീര് തരാൻ മാത്രം പിറന്ന മഹാപാപി. സ്നേഹം മാത്രം തന്ന എന്റെ അമ്മയെ വേദനിപ്പിച്ചതിന് ഈശ്വരൻ തന്ന ശിക്ഷയാവും ഞാൻ അനുഭവിക്കുന്നത്. അങ്ങനെയൊന്നും പറയാതെ മോളെ. നിനക്ക് നല്ലത് വരണേന്നേ ഈ അമ്മ പ്രാർത്ഥിച്ചിട്ടുള്ളൂ.
നീ വല്ലാണ്ട് കോലം കെട്ടുപോയി. എങ്ങനെ ഇരുന്ന കുട്ടിയാ? കണ്ണുകളിൽ നിറഞ്ഞ ചിരിയും പാദസരത്തിന്റെ കിലുക്കുമായി നീ ഓടി നടക്കണതും പിന്നിൽ വന്ന് കണ്ണുപൊത്തി അമ്മേ എന്ന് വിളിക്കണതും നിലവിളക്കിന് മുന്നിൽ ചമ്രം പടഞ്ഞിരുന്ന് ഹരിനാമ കീർത്തനം ചൊല്ലണതും കേട്ടതൊന്നും ഈ അമ്മ വിശ്വസിച്ചിട്ടില്ല. എന്റെ കുഞ്ഞിന് അതിനൊന്നും കഴിയില്ലെന്ന് ഈ അമ്മയ്ക്കറിയാം. ആരൊക്കെയോ ചേർന്ന് എന്റെ കുഞ്ഞിനെ ചതിച്ചതാ. ഞാൻ ഇത്രയും നാളും അനുഭവിച്ച ശിക്ഷയുടെ വേദനയെല്ലാം അമ്മയുടെ ഈ ഒരു വാക്കിൽ തീർന്നമ്മേ. ആരെന്നെ അവിശ്വസിച്ചാലും അമ്മ അവിശ്വസിക്കരുതെന്ന പ്രാർത്ഥനയെ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാനോ? ഞാൻ എന്റെ കുഞ്ഞിനെ അവിശ്വസിക്കുകയോ? ജയിലിൽ നിന്ന് ഇറങ്ങുന്നറിഞ്ഞപ്പോ മുതല് ഈ അമ്മയ്ക്ക് ആദ്യാ. എന്റെ കുഞ്ഞ് എങ്ങോട്ട് പോവും? എങ്ങനെ ജീവിക്കും? നീ ഇങ്ങ് തന്നെ വന്നല്ലോ, അത് തന്നെ ഭാഗ്യം. മരിക്കുന്നിടം വരെ ഈ അമ്മയ്ക്കിനി കാണാമല്ലോ. ആരാ നീ? എന്തിനാ അങ്ങോട്ട് വന്നേ? ആചാരമര്യാദകൾ പാലിച്ച് ജീവിക്കണ ഒരു സാധു ബ്രാഹ്മണ കുടുംബാത് തീണ്ടി അശുദ്ധ കണ്ട് പോവാ. അച്ഛനോ? എനിക്കിങ്ങനെ ഒരു മകളില്ല. ആളും പേരുമില്ലാത്തപ്പോ വലിഞ്ഞു കയറി വന്നിരിക്കണം. എന്താ ഇങ്ങനെയൊക്കെ? മിണ്ടരുത് നീ. ഒന്ന് ഇറങ്ങി പോണ്ടോ? അവൾ എങ്ങോട്ട് പോവാനാ? അതൊന്നും എനിക്കറിയില്ല. പോവാ. ഒന്നുകളെ ഞാൻ തൊട്ടുപോലെ തന്റെ മോളെ. സുഭദ്ര. അതെ, സുഭദ്ര തന്നെയാ. ഇത്രയും കാലം എല്ലാം സഹിച്ച് വീർപ്പം മുട്ടി കഴിഞ്ഞ സുഭദ്ര. വേണ്ടമ്മേ, എനിക്ക് വേണ്ടി അമ്മയൊന്നും പറയണ്ട. അച്ഛൻ എന്നെ കൊന്നോട്ടെ. ഈ ജന്മം അങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടുമല്ലോ. ചെയ്യാത്ത തെറ്റിന് ജീവിതകാലം മുഴുവൻ വേട്ടയിടപ്പെടുന്നതിലും നല്ലതാ അതാ. ഇല്ല, എന്റെ കുട്ടി ഇനി അമ്മയെ വിട്ട് എങ്ങടും പോണില്ല. എന്റെ മോള് തെറ്റുകാരിയല്ലെന്ന് ഈ അമ്മയ്ക്കറിയാം. ഇനിയുള്ള കാലം ഇവിടെ ഈ വീട്ടിലോ? ഇളയടൻ ജീവിച്ചിരിക്കണോടത്തോളം കാലം അത് നടക്കില്ല. മാനാഭിമാന എനിക്ക് വലുത്. ഈ പിഴച്ച സന്ധ്യ നിനക്ക് വലുതെങ്കിലും ആയിക്കോ. പക്ഷേ പൂജാമുറിയിൽ കർപ്പൂരം കത്തിക്കണ ലാഘവത്തോടെ ഞാൻ എന്റെ ദേഹത്തിനങ്ങട് തീ കൊളുത്തും. നീ ഇനി എങ്ങടെങ്കിലും പോ. നിന്നെ എനിക്ക് കാണണ്ട. പോകാനല്ലേ പറഞ്ഞത്? കുഞ്ഞെ ഇവിടെ
മാളവിക്കൊരു പരിഭ്രമം. ഏയ് ഒന്നുമില്ല, വെറുതെ തോന്നിയതാവും. എന്നെ കണ്ടപ്പോ വല്ല ഭീകരരൂപിയുമായി തോന്നിയോ എന്ന് വിചാരിച്ചു ഞാൻ. എന്റെ സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കണം. ടെക്സ്റ്റൈൽ ഷോപ്പ് കണ്ടപ്പോ പെട്ടെന്ന് കയറി എടുത്തതാ. അത് ഞാനിപ്പോ എന്താ പറയാ? മനസ്സിലുള്ള ഒരാൾക്ക് വേണ്ടി എടുത്തതാ. കറക്റ്റാണോന്ന് അറിയണ്ടേ? ദേ, കുറച്ചുകൂടി എനർജറ്റിക് ആവണം. ഒന്നുമില്ലെങ്കിലും നമ്മൾ പരിചയക്കാരല്ലേ. ഇതാ, മാളവികയ്ക്ക് ചേരുമെങ്കിൽ എടുത്തോളൂ. എനിക്കോ? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? മാളവികയെ കണ്ടപ്പോ എനിക്കൊരടുപ്പം തോന്നി. ഒരു സിസ്റ്റർലി അഫെക്ഷൻ, അത്രേ ഉള്ളൂ. അതിനിങ്ങനെ പേടിച്ചാലോ? എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. കുറച്ച് കിടന്നാ കൊള്ളാന്നുണ്ട്. ഞാനൊന്ന് പോയി തരണമെന്ന് അല്ലേ? ഓക്കെ, മാളവിയെ പോയി കിടന്നോളൂ. നിന്നെ ഞാൻ വിടില്ലടി. എന്റെ കൺമുന്നിൽ അവളെ രക്ഷപ്പെട്ടു കളഞ്ഞു. ഒരു പെണ്ണിന്റെ പിന്നാലെ ഓടുന്നത് നാട്ടുകാർ കാണണ്ടെന്ന് കരുതിയാ ഞാൻ അവളെ വിട്ടുകളഞ്ഞു. കിട്ടും സാറേ. അവൾ ഇവിടം വിട്ട് പോയിട്ടില്ലെന്ന് ഉറപ്പായല്ലോ. വരും, നമ്മുടെ കയ്യിൽ തന്നെ അവൾ വരും. വരണം. എന്റെ ചങ്കിലെ ചോരയെ അവൾ ഊറ്റിക്കുടിച്ചത്. ഒന്നിച്ചൊരു മനസ്സുമായിട്ട് നടന്ന എന്റെ കിരൺ. എനിക്കത് ഓർക്കാനും കൂടി വയ്യ. ഇവിടെ അവൾ ഉണ്ടാവണമെങ്കിൽ ആരോ അവളെ സഹായിക്കുന്നുണ്ട്. ആദ്യം അതാരാണെന്ന് കണ്ടുപിടിക്കണം. ഒരു മഹാസമുദ്രം പോലെ പടർന്നു കിടക്കുന്ന നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ ആരോ നിങ്ങട്ട് പണിയുന്നുണ്ട്. ശരിയാവണം. പിന്നണിയിൽ നിന്ന് അവനൊരുക്കുന്ന ഈ കള്ളച്ചൂത് കണ്ടുപിടിക്കണം. കൊള്ളാം, നമുക്ക് ചേർന്ന ഗ്രൂപ്പ് തന്നെ. ചെറുക്കനും മോശമല്ല, നമ്മുടെ ഗൗരിക്ക് നന്നായിട്ട് ചേരും. ഗൗരി വേർഡ്സ് വിഷ്ണു, പേരും കൊള്ളാം. ലെറ്റർ വായിക്കാനൊരു സുഖമുണ്ട്. ആളും വലിപ്പമൊന്നും അല്ല ഞാൻ നോക്കുന്നത്. എന്റെ കുഞ്ഞിന് സമാധാനത്തോടെ കഴിയാൻ പറ്റുന്നൊരിടം. കാശുണ്ടെങ്കിലേ ഇക്കാലത്ത് സമാധാനം ഉണ്ടാവും ആനന്ദം. കാശ് ഇവിടെ ആവശ്യത്തിലധികം ഉണ്ടല്ലോ. അതുകൊണ്ട് ആരുടെങ്കിലും കൂടെ പറഞ്ഞേക്കാൻ പറ്റുമോ? നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ആൾക്കാർ തന്നെ വേണം. ഇതിപ്പോ നല്ല ചേർച്ചയാ. പണത്തിന് പണം, പഠിപ്പിന് പഠിപ്പ്, അന്തസ്സിന് അന്തസ്. അമേരിക്കയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റ് ഒക്കെ പാസ്സായി വരുന്ന അവള് അവിടെ ചെന്ന് വെറുതെ നിൽക്കണ്ടല്ലോ. അവരുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു എക്സിക്യൂട്ടീവ് ചെയർ അവളെ കാത്തിരിക്കും. ആ, നീ അവളോട് വിളിച്ചു പറ, കോഴ്സ് കഴിഞ്ഞ് എത്തുമ്പോ നമ്മളിവിടെ അവൾക്കായി ഒരു സമ്മാനം കരുതിയിട്ടുണ്ടെന്ന്. വിഷ്ണുവിന്റെ ഫോട്ടോ കൂടി ഞാൻ അവൾക്ക് ഇമെയിൽ ചെയ്യുന്നുണ്ട്. ചെറുക്കൻ അവളൊന്ന് കണ്ടോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നീ എന്താ ആനന്ദം ഒരുമാതിരി? ഈ ആലോചന നിനക്കത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഏയ്, എനിക്ക് പിടിക്കായികയൊന്നുമല്ല. പക്ഷേ എന്താ ഒരു പക്ഷേ? മനസ്സിലൊരാദി. എന്റെ കുഞ്ഞ് പരിചയമില്ലാത്ത ഒരിടത്തേക്കാണല്ലോ പോണതെന്ന്. എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയാമേ. നീ മുടക്കമൊന്നും പറയണ്ട ആനന്ദം, ഇത് ഞാനങ്ങ് ഉറപ്പിക്കും.